ഹലോ ഗായ്സ്, മിനി ബോർഡിലാ സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണ് ഒരു സങ്കടമുള്ള ദിവസമാണ്. ഞാൻ പുതിയൊരു ചാനൽ പിന്നെയും തുടങ്ങി. നേരത്തെ ചാനലിൽ കോപ്പിറൈറ്റ് വന്ന് ഒരു സോങ്ങിന് മിസ്റ്റേക്ക് പറ്റി. നേരത്തെ ഞാൻ കണ്ടില്ല, കോപ്പിറൈറ്റ് വന്ന് കണ്ടില്ല, ബ്ലോക്കായിപ്പോയത്. അപ്പോൾ അത് മൊത്തത്തോടെ അടിച്ചുപോയി ഗായ്സ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ചാനൽ തുടങ്ങിയേക്കുവാണ്. അപ്പോൾ നേരത്തെ സപ്പോർട്ട് ചെയ്തവർ വീണ്ടും ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ നിങ്ങളുടെ അനുവാദത്തോടെ ഒന്നുകൂടെയും തുടങ്ങുവാണ്. അപ്പോൾ ഇന്ന് ഡൊമിനിക് ആൻഡ് ലേഡി സ്പേസിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. കുറേ ദിവസമായി. അപ്പോൾ ഞാൻ റിയാക്ഷൻ ചെയ്യാൻ പറ്റാത്തൊരു ഇതായിപ്പോയി, ഞാൻ ചാനൽ അടിച്ചു പോയി. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. നല്ല പടമാണെന്ന് തോന്നുന്നു. ഭരതനാട്യമാണ്, ക്ലാസിക്കൽ ഡാൻസ്. Get ready for your first case with us. How do you do this? Observation. Hello, Mr. Dominic. തീരെ പ്രതീക്ഷിച്ചില്ല. അഡ്രസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. സിറ്റിയിൽ മുഴുവൻ ഡൊമിനിക് ഡിറ്റക്ടീവ്സിന്റെ പോസ്റ്റർ ആണല്ലോ. സർവീസിലായിരുന്നപ്പോ ഇതൊക്കെ സ്ഥിരം പതിവില്ലേ? ഡിറ്റക്റ്റീവ് മരട് സുനി. ഒറ്റയടിക്ക് ഞാൻ എല്ലാത്തിനും പിടിച്ച് മണത്തി കയറ്റി. ഡൊമിനിക്ക്, എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഴ്സ് കിട്ടിയിടാം. അത് ആരുടെയാണെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കാമോ? It is too simple a case for me. സർവീസിലായിരുന്നപ്പോഴേ കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ അടക്കത്തില്ലായിരുന്നു. Now I am sure that I am right track. I need those papers. ഞങ്ങൾ സിനിമ എടുത്ത ഫോട്ടോ ആ ഡിസംബറിൽ ഒരു മിസ്സിംഗ് പേഴ്സിൽ തുടങ്ങിയത് ഇപ്പോൾ മിസ്സിംഗ് കേസ് 2 എണ്ണമായി. ഇനി മഴ വരാനുണ്ട്. ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരും തന്നെ മർഡർ ചെയ്തത്. Don't spoil the movie for us. നീ ഇനി എന്താ ചെയ്യാൻ പോണേ? Now I don't have a choice. I will find the killer. എപ്പടി? ഞാൻ പണ്ടുപോലെ ഒരു തുമ്പ് കിട്ടിയ തുമ്പ് വെക്കും. കൊള്ളാട്ടോ. ആദ്യം ഒരു കോമഡി രീതിയിൽ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ വേർത്തിട്ടു ഗൈസ്. അപ്പോൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാനിൻ്റെ സൗണ്ടൊക്കെ വരും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നാണ് ഒരു പ്രതീക്ഷയുള്ള പടമാണ്, നല്ല പ്രതീക്ഷയുള്ള പടമാണ്. നല്ലൊരു എന്താണ് ഇവിടെ നോക്കണമെന്നൊരു ഡൗട്ട് പോലെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്. കുറച്ച് ദിവസമായി ക്യാമറ ഫ്രണ്ടിൽ വരുന്നിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇത് സ്റ്റാർട്ടിങ് ചെയ്യാനൊരു പ്രോബ്ലം. അപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് 23-ാം തീയതി നാളെയാണ് റിലീസ് പടം. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം. വീട്ടിലും പടം തോന്നുന്നു. മമ്മൂട്ടി കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്. പിന്നെ ഡയറക്ടറിൻ്റെ പേരും മറന്നുപോയി. വലിയ ഡയറക്ടറാണ്. എന്താണ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കണ്ടിട്ട് പടമൊന്നുമില്ല. ഒരു സൈലൻ്റ് ഹിറ്റടിക്കാനുള്ള പടമാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് അങ്ങനെ തോന്നണേ. അപ്പോൾ കാത്തിരിക്കാം, നിങ്ങളും കാത്തിരിക്കുകയെന്ന് അറിയാം. എന്നാലും തുടരും റിലീസ് മാറ്റി വെച്ചു. അത് 30-ാം തീയതിയാണ്. അതിൻ്റെ ഒരു വിഷമം പോലെ അത് ഇറങ്ങുന്ന ഒരു തലൻമൂർത്തി സാറ് എൻ്റെ ഒരു വീടിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ ഞങ്ങളെന്നും ഇടയ്ക്ക് കാണാറുണ്ട്. ഞാൻ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ സാറവിടെ സിനിമയ്ക്ക് വരാറുണ്ട്, തലൻമൂർത്തി സാറ്. അപ്പോൾ തലൻമൂർത്തി സാറ് തന്നെ ഒരു വോയിസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാനുള്ളൊരു ഇതില്ല, അതുകൊണ്ട് എല്ലാവരും കേട്ട് കാണാം. ചിലപ്പം അത് എന്തോ ബിസിനസ് പരമായ ഒരു എന്തോ കുഴപ്പമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലാതെ ഈ തലൻമൂർത്തി സാറിന് കൊണ്ട് ആരും തെറി വിളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അത് പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രൊഡ്യൂസറാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ ലാലേട്ടനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിലീസ് മാറ്റി, അല്ലാതെ മറ്റേ ഈ മമ്മൂട്ടി പടം ഇറങ്ങാൻ പോകുന്നവർ പേടിച്ചിട്ടൊന്നുമല്ല. ഇപ്പം മോഹൻലാൽ പടത്തിന് അങ്ങനെ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമില്ല, നല്ലപോലെ ഇറങ്ങേണ്ട അതാണ്. അപ്പോൾ 2 പടവും നല്ല പ്രതീക്ഷയാണ്. അപ്പോൾ രണ്ട് പടവും വിജയിക്കട്ടെ. അപ്പോൾ മമ്മൂട്ടി പടം, മോഹൻലാൽ പടം, എല്ലാം പടം, ഇപ്പോൾ ചെറിയ പടമായാലും വലിയ പടമായാലും നല്ലപോലെ വിജയിക്കട്ടെ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ. ഇപ്പോൾ ഡൊമിനിക്ക് ഇനി അടുത്ത നാളെ കാണാം കേട്ടോ. റിലീസ് കണ്ടിട്ട് റിവ്യൂ ആയിട്ട് വരുന്നതാണ്.
അപ്പോൾ കാത്തിരിക്കുക. കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത